ശ്രോതാക്കളെ, ഞാൻ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധി 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമല നെഹ്റുവിൻ്റെയും മകളായി പ്രയാഗ്രാജ് അലഹബാദിലെ ആനന്ദ ഭവനിലായിരുന്നു അവരുടെ ജനനം. ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പേര് ഇന്ദിര പ്രിയദർശിനി നെഹ്റു എന്നായിരുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. ഒട്ടേറെ രോഗങ്ങൾ അലട്ടിയിരുന്ന അമ്മ കമലയോടൊപ്പം തികച്ചും ഏകാന്തവാസമായിരുന്നു ഇന്ദിരയുടേത് എന്ന് പറയാം. ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടത്തിയിരുന്ന സെൻറ്റ് സിസിലിയ എന്ന സ്കൂളിലാണ് ഇന്ദിരയെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തത്. എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ പാടില്ല എന്നുള്ള കോൺഗ്രസ് ഭരണഘടനാ നിയമം കാരണം ഇന്ദിരയ്ക്ക് അവിടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. 1933 പൂനെയിലെ പീപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും അനേകം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. 1936 ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദത്തിനായി ചേർന്നു. പ്രസ്തുത വർഷം ഫെബ്രുവരി 28 അമ്മ കമല നെഹ്റു മരണമടഞ്ഞു. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ പരീക്ഷകളിൽ ഇന്ദിര തുടർച്ചയായി പരാജയപ്പെട്ടു. ഇത്തരം തിരിച്ചടികൾ നേരിട്ടെങ്കിലും സർവകലാശാല വിദ്യാഭ്യാസം തുടരാൻ ഇന്ദിര തീരുമാനിച്ചു. യൂറോപ്പിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇന്ദിര രോഗങ്ങളാൽ വിഷമിച്ചിരുന്നു. യൂറോപ്പിലാകമാനം നാസി ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ദിര ഇന്ത്യയിലേക്ക് തിരികെ പോന്നു. അവരുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വളരെ മിടുക്കിയായിരുന്നു ഇന്ദിര. എന്നാൽ ലാറ്റിൻ ഭാഷ വഴങ്ങാത്തത് മൂലം പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ബിരുദം ഇന്ദിരയ്ക്ക് നൽകുകയുണ്ടായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുമ്പായി ഫിറോസ് ഗാന്ധിയെ ഇന്ദിര വിവാഹം കഴിച്ചു. 1944 രാജീവ് ഗാന്ധിക്ക് ജന്മം നൽകി. 1946 സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി. ചെറുപ്പകാലത്ത് ഇന്ദിര കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും പ്രായക്കുറവിൻ്റെ കാരണത്താൽ ആ ആഗ്രഹം അമർച്ച ചെയ്തു വയ്ക്കേണ്ടി വന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ കൊണ്ട് ആവുന്ന പോലെ സഹായിക്കാൻ അവർ ഉറച്ചു.
ഇതിൻ്റെ ഭാഗമായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തൻ്റെ മനസ്സിലുള്ള കുട്ടികളുടെ ഒരു സംഘം എന്ന പദ്ധതി ഇന്ദിര അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ ചെയ്യുകയായിരുന്നു വാനരസേന എന്നറിയപ്പെട്ട ഈ സേനയുടെ ലക്ഷ്യം. പതാകകൾ തുന്നുക, പരിക്കേറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ ശുശ്രൂഷിക്കുക എന്ന ചില ജോലികൾ കൂടി ഈ വാനരസേനയിലെ അംഗങ്ങൾ ചെയ്തിരുന്നു. 1959-60 നെഹ്റുവിൻ്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഇന്ദിരയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് പലരും ധരിച്ചു. നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന് ഭരണത്തിൻ്റെ സർവ്വമേഖലകളിലും വശത്താക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു. 1964 നെഹ്റു അന്തരിച്ചു. ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തൻ്റെ മന്ത്രിസഭയിൽ ഇന്ദിരയെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു. ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാടവം പ്രകടിപ്പിച്ചു. ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി വിരുദ്ധ കലാപം ശക്തി പ്രാപിച്ചപ്പോൾ അനുരഞ്ജന ദൗത്യവുമായി ഇന്ദിര എത്തി. സാധാരണ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചേരുന്നത് റേഡിയോയിലൂടെയും ടെലിവിഷനുകളിലൂടെയുമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദിര ചെലവ് കുറഞ്ഞ റേഡിയോ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ദിര ശ്രീനഗറിൽ അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു. സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചും അവർ അവിടെ തന്നെ തങ്ങി. ഈ സംഭവത്തെ തുടർന്ന് ഇന്ദിരയൊഴികെ മറ്റുള്ള മന്ത്രിസഭാംഗങ്ങളെല്ലാം പെണ്ണാണെന്ന് തമാശ രൂപേണ പറയപ്പെട്ടിരുന്നു. ഇന്ത്യ പാക് സമാധാന ശ്രമങ്ങൾക്കിടയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് യൂണിയനിലെ താഷ്കെൻഡിൽ വെച്ച് മരണമടഞ്ഞു. ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിന് അതോടെ ശക്തിയേറി. നെഹ്റുവിൻ്റെ ഇടതുപക്ഷാനുകൂല നിലപാടുകളെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗമാണ് ഇന്ദിരയെ പിന്തുണച്ചത്. എതിരാളിയായിരുന്ന മൊറാർജി ദേശായിക്ക് മത്സര രംഗത്ത് നിന്ന് പിന്മാറാനായി വലുതായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നിരിക്കലും അദ്ദേഹം അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇന്ദിരയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. 100-ൽ താഴെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ദേശായിക്ക് തെരഞ്ഞെടുപ്പിൽ 169 വോട്ടുകൾ ലഭിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി 355 വോട്ടുകൾ നേടി. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ആയിത്തീർന്നു. 1966 വിളവെടുപ്പ് മുൻ വർഷത്തേക്കാൾ 12 ദശലക്ഷത്തോളം കുറഞ്ഞു. ഇന്ദിരയ്ക്ക് അമേരിക്ക വളരെ സൗഹൃദത്തോടെയുള്ള സ്വാഗതമോതുകയുണ്ടായി. അമേരിക്കയിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും സാമ്പത്തിക സഹായം നേടുവാനും ലിൻഡൻ ബി ജോൺസണുമായി ഇന്ദിര ധാരണയിലെത്തി. 3.5 ദശലക്ഷം ടൺ ധാന്യവും 900 ദശലക്ഷം അമേരിക്കൻ ഡോളറും വരുന്ന ധനസഹായവും ലിൻഡൻ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയെ ഇന്ത്യ പിന്തുണയ്ക്കാത്ത കാരണത്താൽ പ്രസ്തുത അമേരിക്കൻ സഹായം ഇന്ത്യക്ക് ലഭിക്കാതായി. കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് മൊറാർജി ദേശായിയെ ഉപപ്രധാനമന്ത്രിയാക്കി. 14 വാണിജ്യ ബാങ്കുകൾ ഇന്ദിര സർക്കാർ ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരണ
പ്രക്രിയ ബാങ്കിംഗ് രംഗത്ത് അത്ഭുതപൂർവമായ മാറ്റമാണ് വരുത്തിയത്. നിക്ഷേപം 800% എത്തി. ബാങ്കുകൾ ഗ്രാമീണ മേഖലകളിലും ശാഖകൾ തുറന്നു. ബാങ്കിംഗ് എന്നാൽ സാധാരണക്കാർക്കും പ്രാപ്യമായി തീർന്നു. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിച്ചു. എന്നതിലുപരി വിവിധ മേഖലകളിൽ നടന്ന നിക്ഷേപം ഗണ്യമായി വർദ്ധിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവായിരുന്ന ജയപ്രകാശ് നാരായൺ പോലും ഈ ദേശസാൽക്കരണ നടപടിയിൽ ഇന്ദിരയെ പുകഴ്ത്തുകയുണ്ടായി. എന്നാൽ ധനകാര്യമന്ത്രി മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഇന്ദിരയുമായി ഇടഞ്ഞു. ബാങ്കിംഗ് മേഖല അപ്രാപ്യമായിരുന്ന സാധാരണ ജനങ്ങൾക്ക് ഈ ദേശസാൽക്കരണം ഗുണകരമായി എന്നതിൽ സംശയമില്ല. 1971 ഇന്ദിര രണ്ടാം വട്ടം അധികാരത്തിൽ എത്തിയപ്പോൾ ഈ ദേശസാൽക്കരണ നയം വ്യാവസായിക മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു. ഇരുമ്പ്, കൽക്കരി, ഖനി, പരുത്തി തുടങ്ങിയ വ്യവസായ മേഖലകളെല്ലാം ഇന്ദിരാ സർക്കാർ ദേശസാൽക്കരിക്കുകയുണ്ടായി. തൊഴിൽ ഉറപ്പുവരുത്താനാണ് ഈ നടപടി കൊണ്ട് ഇന്ദിര ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ബാക്കിയുള്ള സ്വകാര്യ മേഖലാ വ്യവസായങ്ങൾ വളരെ കർശനമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇന്ദിരയുടെ പല നടപടികളും പാർട്ടി നേതൃത്വത്തിൻ്റെ അനിഷ്ടം വിളിച്ചു വരുത്തി. 1969 രാഷ്ട്രപതി സാക്കിർ ഹുസൈൻ്റെ മരണത്തോടെ ഈ വിയോജിപ്പ് മൂർധന്യത്തിലെത്തി. കോൺഗ്രസ് നേതൃത്വം നീലം സഞ്ജീവ റെഡ്ഡിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇന്ദിര ഉപരാഷ്ട്രപതിയും ഇടത് ചിന്താഗതിക്കാരനുമായ വി ഗിരിക്ക് പിന്തുണ നൽകി. വി ഗിരി സ്വതന്ത്രനായിട്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഇന്ദിരയെ അധികാരത്തിൽ നിന്നും പുറന്തള്ളാൻ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഏതായാലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ മനസാക്ഷി വോട്ട് ആഹ്വാനം ഫലം കണ്ടു. വി ഗിരി രാഷ്ട്രപതിയായി. ഇതോടെ കോൺഗ്രസ് ഔദ്യോഗികമായി പിളർന്നു. പാർട്ടിയിലെ പ്രതിസന്ധി മറികടക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനും ഇന്ദിര ഗരീബി ഹഠാവോ, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പുറത്തിറക്കി. ഈ മുദ്രാവാക്യവുമായി 1971 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട അവർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. മത്സരിച്ച 441 ലോകസഭാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 352 എണ്ണത്തിലും വിജയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണം പിടിച്ചു. തദ്വാര ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. ജയ് ഹിന്ദ്.